എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മടിയായാലോ? മടി മാറാനുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മടി മാറാനുള്ള 6 ജാപ്പനീസ് ടെക്നിക്സ് ആയിട്ടാണ്. വീട്ടുജോലികളും ജീവിതവും ചേരുമ്പോൾ അടുക്കളയുടെ ചൂടിനുള്ളിൽ ഒരുപാട് ചിന്തകൾ തിളച്ചു മറിയുന്നുണ്ട്. എന്നെപ്പോലെ നിങ്ങൾക്കും ചില ദിവസങ്ങളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. ഇന്ന് ഒന്നും ചെയ്യാനൊരു മനസ്സില്ല. പക്ഷേ അത് സ്വാഭാവികമാണ്. മടി എന്നത് ശത്രുവല്ല, അതൊരു സന്ദേശമാണ്. നമ്മുടെ ശരീരം, മനസ്സ് എന്നിവയ്ക്കുള്ള സ്ട്രെസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൽ കുടുങ്ങി നിൽക്കാൻ പാടില്ലല്ലോ. അതിൽ നിന്ന് നമുക്ക് പുറത്തു വരണ്ടേ? അതിനാണ് ജാപ്പനീസുകാരുടെ ചില മനോഹരമായ ടെക്നിക്സ് എനിക്ക് ഏറെ സഹായകമായത്. ഇത് ഞാൻ പഠിച്ചു. ഇപ്പോൾ നിങ്ങൾക്കായി പറയുന്നതും നമ്മളെപ്പോലുള്ള വീട് നോക്കുന്ന അമ്മമാർക്ക് ഏറെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. ടിപ്പ് നമ്പർ 1: കായ്സൻ. ചെറിയ മാറ്റങ്ങൾ കൊണ്ട് വലിയ മുന്നേറ്റം. പ്രതിദിനം വെറും ഒരു ചെറിയ കാര്യത്തിൽ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. ഇന്ന് 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക. നാളെ ഒരു കാര്യത്തിൽ മാത്രം അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാണ് കായ്സൻ, ജീവിതം പതുക്കെ മെച്ചപ്പെടുത്തുവാനുള്ള രഹസ്യം. ടിപ്പ് നമ്പർ 2: ഇക്കിഗായ്. ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക, അഥവാ ജീവിക്കുന്നതിൻ്റെ അർത്ഥം കണ്ടെത്തുക. അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ ചിന്തിക്കുക, എനിക്ക് ഏറ്റവും സന്തോഷിക്കുന്ന കാര്യം എന്താണ്? പാചകമാകാം, എഴുത്താകാം, കുട്ടികളോടൊപ്പം ഇരിക്കുന്ന നിമിഷമാകാം, ഹസ്ബൻഡിനോട് ചിലവഴിക്കുന്ന നിമിഷമാകാം, അല്ലെങ്കിൽ തന്നെ ഇരിക്കുന്നതാകാം. അത് തന്നെയാണ് നിൻ്റെ ഇക്കിഗായ്. ടിപ്പ് നമ്പർ 3: പൊമോഡോറോ. സമയം തകർത്തുപയോഗിക്കുക. 25 മിനിറ്റ് മുഴുവൻ ഒരു ജോലി ചെയ്യുക, പിന്നെ 5 മിനിറ്റ് വിശ്രമം. കറി ഇളക്കുന്നതിനിടയിൽ ടേബിൾ വൃത്തിയാക്കാം, പിന്നെ ഒരു കപ്പ് വെള്ളം കുടിച്ച് കുറച്ച് ശ്വാസമെടുക്കാം. അതെല്ലാം പൊമോഡോറോ ടെക്നിക് പോലെ ചെറുതായി ചിതറിച്ച ജീവിതമാണ്. അടുത്തതാണ് വാബി സാബി, അപൂർണതയുടെ സൗന്ദര്യം. കുറേ ആൾക്കാരെ കണ്ടിട്ടില്ലേ? വീടെല്ലാം വളരെ പെർഫെക്റ്റാക്കി നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം സമയം കണ്ടെത്തുന്നവർ. അത്രത്തിലേക്കൊന്നും പോകണ്ട. കുറേ പാളിച്ചകളെല്ലാം വരും. പാളിച്ചകളൊക്കെ ചേർന്നാലാടോ നമ്മളൊരു മനുഷ്യനാകുള്ളൂ. അത്തരം കാര്യങ്ങളെയും നമ്മൾ സ്നേഹിക്കുക.